ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ലീബ്ര, നമ്മൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നോക്കാം ആദ്യം, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ഞാൻ നോക്കാൻ പോണത്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം അതും നമ്മൾ എൻഡിലാണ് നോക്കുക. അപ്പോൾ ഈ അല്ല, നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് 9 of Cups, ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി King of Cups. അപ്പോൾ ഇവിടെ 9 of Cups ആണ് നിങ്ങളുടെ സൈഡിൽ. കുറേ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ് ഇത്, ഒരു സറെൻഡറുടെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന്, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. കുറേ ഹാപ്പി എനർജിയാണ് ഇത്. ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. ഈ പേഴ്സണിൻ്റെ എനർജി കിങ് ഓഫ് കപ്സ് ആണ്, സ്കോർപ്പിയോ എനർജി. സ്കോർപ്പിയോ തന്നെ ആവണം എന്നില്ല, ഏതും സൈൻ ആവാം. പക്ഷെ ഇവരുടെ ഈ സമയത്തിൻ്റെ എനർജി സ്കോർപ്പിയോ മാതിരിയാണ്. കുറേ ഒരു മിസ്റ്റീരിയസ്, ഒരു ഫീലിങ്സ് അത്ര എക്സ്പ്രസ് ചെയ്യാത്ത ടൈപ്പ്, പക്ഷെ കുറേ സെൻസിറ്റീവ് കെയറിങ് പേഴ്സൺ. ഇപ്പോൾ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് ഫസ്റ്റ് കാർഡ്. അപ്പോൾ ഇതൊരു റെന്യൂവൽഡ് എനർജിയാണ് ആക്ച്വലി. മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തോ എൻഡ് ചെയ്തിട്ട് ഇത് പുതിയ ബിഗിനിങ് ആയിരിക്കാം. ഓറൽസ് ഈ പേഴ്സണിൻ്റെ തന്നെ കൂടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടൊരു പുതിയ ബിഗിനിങ് ആവാം. ഈ പേഴ്സണിൻ്റെ എനർജി ഏസ് ഓഫ് വോൺസ് ആണ്. ഇതൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഇവിടെ കുറേ പാഷൻ ഉണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്, കുറേ കാരിസ്മാറ്റിക് എനർജിയിലാണ്. പക്ഷേ ഇത് കിങ് ഓഫ് വോൺസ് ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സണിൻ്റെ എനർജിയിൽ വീലാണ്, വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ പേഴ്സണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ പറഞ്ഞാൽ ഈ സമയം ശരിയാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. നിങ്ങളുടെ ഈ സൈക്കിൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് വരും, ബ്രേക്കപ്പ് ആവും, ആദ്യം ഒരുമിച്ച് വരും, ആദ്യം ബ്രേക്കപ്പ് ആവും. ബ്രേക്കപ്പ് അല്ല വെച്ചാൽ ഒരു സൈലൻസ്, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്, ഒരു സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് അവർ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഹാങ് മാൻ ആണ് നിങ്ങളുടെ എനർജി. ഹാങ് മാൻ പൈസീസ് എനർജിയാണ്. പക്ഷെ ഇതൊരു പോസിൻ്റെ എനർജിയാണ്, സാക്രിഫൈസിൻ്റെ എനർജിയാണ്, ലെറ്റിംഗ് ഗോയുടെ എനർജിയാണ്. എന്താണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കുന്നത് അത് നമ്മൾക്ക് നോക്കാം ക്ലാരിഫൈ ചെയ്യുമ്പോൾ. പക്ഷെ ഇതൊരു ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഫ്യൂച്ചർ എന്താവും എന്ന് ചിന്തിക്കണ എനർജിയാണ്. മേ ബി നിങ്ങൾക്ക് കുറച്ച് സമയം വേണം ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ. എന്തെങ്കിലും ഒരു സീരിയസ് പ്രപ്പോസൽ ഉണ്ടാച്ചാൽ ഇവിടെ അതിനെ കുറിച്ച് ആലോചിക്കാൻ കുറച്ചൊരു സമയം വേണ്ടി വരും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഹാങ്ഡ് മാൻ പൊസിഷനിൽ. അത് മാത്രമല്ല, ഈ പേഴ്സണിൻ്റെ പാസ്റ്റും നിങ്ങളുടെ പാസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു വെച്ചാൽ മേ ബി അതിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഇതൊരു പുതിയ ബിഗിനിങ് ആണ്. അതുകൊണ്ട് പാസ്റ്റിനെ ഹീൽ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ. അതുമായിരിക്കാം ഒരു റീസൺ ഇവിടെ ഒരു പോസ് പ്രസ് ചെയ്യാൻ. 2 of Cups ഇവിടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്, കുറേ മ്യൂച്വൽ ലവ് ആൻഡ് റെസ്പെക്റ്റ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ സൈഡിനെല്ലാം നല്ല എനർജീസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ 9 of Cups നിങ്ങളുടെ എനർജി എന്താണ്? അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട് ഇല്ല, ഒരു അപ്പോളജി ആയിരിക്കും വരുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങൾക്ക് അറിയണ പേഴ്സൺ ആയിരിക്കാം. 5 of Wands മേ ബി ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേ എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടായിരുന്നു, ഇല്ലച്ചാ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ 5 of Wands എന്തുകൊണ്ടാണ്? ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു വേറെ പേഴ്സൺ ഉണ്ടായിരുന്നു. ഈ പേഴ്സൺ മേ ബി മാരിഡ് ആയിരുന്നു. ആൻഡ് ഈ പേഴ്സണിൻ്റെ പറഞ്ഞ ഈ മാരേജിൻ്റെ കാരണമാണ് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരാത്തത്. ഓർ മേ ബി അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്ന നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഓറൽസ് ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ എനർജി എന്താണ്?
പേജ് ഓഫ് വോൺസ് അഗൈൻ ഒരു ഫയർ സൈൻ ആണ് ഞാൻ കാണുന്നത്. നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്, എംപറർ ഏരീസ് എനർജി. ഈ പേഴ്സൺ മേ ബി നിങ്ങളെ മെസ്സേജ് ചെയ്തു, കാഷ്വൽ ആയിട്ടായിരിക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ പേഴ്സണിന്റെ ഇന്റൻഷൻസ് കാഷ്വൽ അല്ല. അവർ കുറെ പാഷനറ്റ് ആണ് നിങ്ങളെ കുറിച്ച്. കുറെ അവർ ഇത് പ്ലാൻ ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പോ ഇതൊരു കോയിൻസിഡൻസ് അല്ല. കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ എനർജി, 10 ഓഫ് പെന്റിക്കിൾസ്. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ആൻഡ് അത് കാരണമാണ് നിങ്ങളുടെ രണ്ടാളുടെയും ഒന്നും മുമ്പോട്ട് പോവാത്തത് മുമ്പേ. പക്ഷെ ഇപ്പോ അവരുടെ മാരേജിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ തിരിച്ച് മെസ്സേജ് ചെയ്തണേ. ഇവിടെ വീൽ എന്താണ്? വേൾഡ്. അപ്പൊ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരു വലിയ കംപ്ലീഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഒരു അവരുടെ ഒരു പാർട്ട്ണറുടെ കൂടെ, ഓക്കെ, അപ്പോൾ വേറെ ഒരു പേഴ്സന്റെ കൂടെ അവരുടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സന്റെ കുട്ടികളും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അവരുടെ ഒരു ലൈഫിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇപ്പൊ ഹാങ്ഡ് മാൻ നിങ്ങളുടെ എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ ആക്ച്വലി കുറെ പ്ലാൻ ആണ് ചെയ്യണത്. പ്ലാൻ എന്നല്ല, നിങ്ങൾ ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒബ്വിയസ്ലി ഇതൊരു വലിയ ഡിസിഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവുമോ എന്നാണ് നിങ്ങൾ ആ ചിന്തയിലാണ്. 3 ഓഫ് വോൺസ് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇല്ലാച്ചാ പേരൻസിന്റെ കൂടെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ഐസൊലേറ്റഡ് എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ചൊരു സമയം എടുത്തിട്ടാണ് ഈ ഡിസിഷൻ എടുക്കാൻ പോണത്. ഈ പേഴ്സൺ നിങ്ങളെ റഷ് ചെയ്യാൻ പറ്റില്ല. 2 ഓഫ് കപ്സ്. ഈ പേഴ്സന്റെ സൈഡിന് ഞാൻ ലവ് ആണ് കാണുന്നത്, ജസ്റ്റിസ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു മാരേജ് വേണം എന്നുണ്ട്, ലവ്. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഇന്റൻഷൻസ് ശരിയാണ്. പക്ഷെ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവർ ചെയ്യോ ഇല്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കണേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ? ഈ പേഴ്സന്റെ മൂൺ. അപ്പോൾ ഈ പേഴ്സൺ കുറെ സ്ട്രെസ്ഡ് ആണ്. അവർക്ക് അറിയില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന്. പക്ഷെ ഇവിടെ അവരൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ പോകുന്നുണ്ട്. അവരുടെ ഉള്ളിൽ കുറെ ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മേ ബി അവർ ഇപ്പോഴും മുഴുവൻ തുറന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ല എത്രയോ ഡീപ്പാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീൽ ചെയ്യണതെന്ന്. പക്ഷെ ഇവർ ഡെഫിനറ്റ്ലി ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് വരും നിങ്ങളുടെ അടുത്ത്. ഒരു പ്രപ്പോസൽ ഇല്ലാച്ച ഒരു ഓഫർ കൊണ്ടുവരും. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും ഔട്ട്കം? 9 ഓഫ് വോൺസ് ആണ്. 9 ഓഫ് വോൺസ് എന്തുകൊണ്ടാണ് ഔട്ട്കം? ഹൈ പ്രീസ്റ്റസ്. അപ്പൊ ഇവിടെ ലീബ്ര ഒരു പേടിയുണ്ട്. എസ്പെഷ്യലി ഐ തിങ്ക് നിങ്ങളുടെ സൈഡിലാണ് ഈ ഹൈ പ്രീസ്റ്റസും 9 ഓഫ് വോൺസ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ഇത് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണോ എന്ന്. ഓൾദോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ ലവ് ഉണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാ മുമ്പോട്ട് പോകണോ വേണ്ടേ, ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേ, അതൊക്കെയാണ് നിങ്ങളുടെ ചിന്ത. ആൻഡ് അത് കുറച്ചൊരു ഫിയർ ഉണ്ട്. എന്തായാലും നിങ്ങൾ മുമ്പോട്ട് പോവും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പേഴ്സണിനെ ഒരു ചാൻസ് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് കാർഡ്സ് പറയണത്? റൊമാൻസ് ഏഞ്ചൽ കാർഡ്സ് ആണ് ഇത്. ഫ്ലേർട്ട്, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കുറച്ചൊരു ഫ്ലേർട്ട് ചെയ്യുക, ഒരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെക്കുക. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ്. എക്സ്പ്രസ് യുവർ ലവ്, ഗോ അഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്റ്റർ. അപ്പോൾ ഇവിടെ എക്സ്പ്രസ് യുവർ ലവ് വന്നിരിക്കുന്നു. അപ്പോൾ ലീബ്ര, എനിക്ക് തോന്നുന്നത് ഇത് ഡെഫിനറ്റ്ലി മുമ്പോട്ട് പോകാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.